ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. 2-3 ദിവസം കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേറെ മറ്റു പല വാർത്തകളും ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല. ഈ വാർത്ത വന്ന ദിവസം തന്നെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ചെറിയ രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ത്യയുടെ HAL-ഉം റഷ്യയുടെ UAC എന്ന് പറഞ്ഞ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ചെയ്തിരിക്കുന്ന കരാർ. ഈ കരാർ വളരെയധികം പ്രാധാന്യമുള്ളൊരു കരാറാണ്. ഈ എഗ്രിമെൻറ്റിനെ കുറിച്ച് ഇന്ത്യക്കുള്ളിൽ മെയിൻ സ്ട്രീമിൽ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഒരു സുപ്രഭാതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രീതിയിലൊരു കരാറാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എങ്ങനെയാണോ നമ്മൾ ഇന്ന് ISROയുടെ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി റഷ്യയിൽ നിന്നും സ്വന്തമാക്കി, ആ സമയത്ത് അതിനെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ISRO കുതിപ്പുകൾ നേട്ടങ്ങൾ കൈവരിച്ച സമയത്താണ് പിന്നീട് ആൾക്കാർ തിരിച്ചറിയുന്നത്, ഓക്കെ, റഷ്യയിൽ നിന്നാണ് ഈ ഒരു ടെക്നോളജി കിട്ടിയത്, അതാണ് നമ്മളുടെ ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം റഷ്യയെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പലർക്കും റഷ്യ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര അലർജിയാണ്. അതിൽ ചിലർ പറയുന്നത് ഉക്രൈനെ ആക്രമിക്കുന്ന ഡിക്റ്റേറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ റഷ്യയെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ. പിന്നെ ചില മാധ്യമങ്ങളാണെങ്കിൽ പ്രൊപ്പഗൻഡ അടിച്ചിറക്കിക്കൊണ്ട് റഷ്യൻ ആയുധങ്ങളൊന്നും കൊള്ളില്ല, അതായത് ഇത്രയും നാളും റഷ്യൻ ആയുധങ്ങളുടെ സുരക്ഷയിലാണ് ഇന്ത്യക്കുള്ളിൽ കഴിയുന്നതെന്നുള്ള ബോധ്യം പോലും ഇല്ലാഞ്ഞിട്ട്, ആ ഒരു റിയാലിറ്റി പോലും മനസ്സിലാക്കാഞ്ഞിട്ട് S-400 ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൽ നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ മെജോറിറ്റി റഷ്യൻ എയർക്രാഫ്റ്റുകളാണ്. അതിനേക്ക് നിസ്സാരം, അതൊക്കെ പാട്ട സാധനങ്ങളാണെന്നാണ് പറഞ്ഞിട്ട് തള്ളിക്കളയുന്നത്. ഈ സാഹചര്യത്തിലാണ് റഷ്യ ഇന്ത്യ കൂട്ടുകെട്ടിൽ പുതിയ ഈ ഒരു എഗ്രിമെന്റ് HAL എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യക്കുള്ളിൽ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയായിട്ടുള്ള HAL-ഉം റഷ്യയുടെ UAC എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട്, UAC ബൈ സുക്കോയ് എന്നാണ് പറയേണ്ടത് കേട്ടോ. അതായത് ഈ സുക്കോയ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ കമ്പനികളാണ് ഇതൊക്കെ. അതാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് നേരെയെല്ലാം സാങ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാങ്ഷൻസ് ഉണ്ട്, അമേരിക്കൻ സാങ്ഷൻസ് ഉണ്ട്. ആദ്യമേ തന്നെ ഈ സാങ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞേക്കാം. യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. എന്താണ് സാങ്ഷൻസ് പ്രഖ്യാപിച്ചത്? റഷ്യയിലുള്ള റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ 2 കമ്പനികളിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്നാണ് അവർ സാങ്ഷൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേപോലെ അമേരിക്കയും ഇതുപോലെ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഈ സാങ്ഷൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ രാജ്യത്തിലുള്ള കമ്പനികൾ ഈ കമ്പനികളുമായിട്ട്, അതായത് ആർക്കെതിരെയാണോ സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ആ കമ്പനി ഏത് രാജ്യത്തുണ്ടെങ്കിലും അവരുമായിട്ട് ഒരു വ്യാപാര ബന്ധം പാടില്ല. യൂറോപ്പിലുള്ള ഒരു ബിസിനസ് ഫേമും ഈ റോസ്നെഫ്റ്റുമായിട്ടും ലൂക്കോയിലുമായിട്ടും വ്യാപാര ബന്ധം പാടില്ല. ഇതാണ് സാങ്ഷൻസ്. ഇങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. അമേരിക്കയ്ക്കും ഇതേ സെയിം ഫോർമുല തന്നെയാണ്. എന്നാൽ പിന്നെ ആഗോളതലത്തിൽ ഇത് എന്തുകൊണ്ടാണ് പിന്നെ ഇന്ത്യയെ ബാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അമേരിക്കയുമായിട്ട് നമുക്ക് കച്ചവടമുണ്ട്. അവർ സാങ്ഷൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കമ്പനിയുമായിട്ട് നമ്മൾ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒരു വിയോജിപ്പ് നമ്മളെടുത്ത് കാണിക്കും. അപ്പം നമ്മളെ അവരും കൂടി നീക്കി നിർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഈ സാങ്ഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മാറി നിൽക്കുന്നത്. നിയമപരമായിട്ട് നമ്മൾ കച്ചവടം നടത്താൻ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആരാണോ ഈ കമ്പനിക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ആ രാജ്യം നമ്മളെ മാറ്റി നിർത്തും. അതാണ് ഇതിൻ്റെ ഒരു രീതി. ഇങ്ങനെയാണ് ഇത് വർക്കാകുന്നത്. ഇത് യൂറോപ്പ് ആയാലും അതുപോലെ തന്നെ. പക്ഷേ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്കും 10-28 രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത്രമാത്രം രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ സാങ്ഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഇച്ചിരി മാറി നിൽക്കുന്നത്. അപ്പോൾ എനിവേ, ഇപ്പോഴും റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പലരും ഡൗട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ റഷ്യൻ ഓയിലൊന്നും അല്ല. അതിലുപരിയായിട്ടാണ് ഇന്ത്യ അമേരിക്കയുടെ ചെകിട്ടത്തടിച്ചതുപോലെയുള്ള കരാറുകളാണ് റഷ്യയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അതായത് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന മെസ്സേജാണ്. അതായത് നീ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിലിനും അതീതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിക്കാം എന്നുള്ള രീതിയിൽ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ HAL-ഉം റഷ്യയുടെ UAC എന്ന് പറഞ്ഞ കമ്പനി തമ്മിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു എഗ്രിമെന്റ്. അപ്പോൾ ഇതിന്റെ പ്രസക്തി ഞാൻ പറഞ്ഞല്ലോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ കരാറ്, അതുപോലെ തന്നെ ഇന്ത്യക്ക് എന്താണ് ഇതിൽ നേട്ടം, റഷ്യക്ക് എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രാധാന്യം എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കാം. ആദ്യമേ തന്നെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് മേഖലയെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ തരാം. അപ്പോൾ ആ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ 600 വിമാനങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട്. യാത്രാ വിമാനങ്ങളുടെ ഷോർട്ടേജ് 600 എണ്ണം നമുക്ക് കുറവാണ്. 5th ലാർജസ്റ്റ് എയർ ട്രാഫിക് നടക്കുന്ന രാജ്യമാണ്. ലോകത്തിൽ തന്നെ 5ാമത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എയർപോർട്ട് ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതായത് ഈ ഒരു എയർ ട്രാഫിക് മേഖലയിൽ 4ാമത്തെ ബിസിനസ് ജനറേറ്റിംഗ് രാജ്യമാണ് നമ്മുടേത്. 2024 എയർ ട്രാഫിക് ഡേറ്റ അനുസരിച്ച് 213 മില്യൺ ജനങ്ങളാണ് എയർപോർട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എയർപോർട്ട് യൂസേജ് മീൻസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരിക്കുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് 2023 ഡേറ്റയെക്കാളും 11% കൂടുതലാണ്. എന്നാൽ 2025 ഇപ്പോൾ ഈ ഒക്ടോബർ ആകുമ്പോൾ തന്നെ നമ്മൾ ഈ സംഖ്യ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത.
അപ്പം നിങ്ങൾ നോക്കിക്കോണം എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക്കിൽ തന്നെ, ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് യാത്ര നടത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു എയറോപ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 600 എയർക്രാഫ്റ്റുകളുടെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ എത്രയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 800 മുതൽ 950 എയർക്രാഫ്റ്റുകളാണ് നമുക്കുള്ളത്. ഇതിലൊരു 100-150 എണ്ണം ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ്, ചെക്കിംഗ് പണി, ഇതേപോലെ പണിമുടക്ക് നടത്താറുണ്ട്. അപ്പോൾ 800 വിമാനങ്ങളാണ് ശരിക്കും ഓൺലൈനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു 800 വിമാനങ്ങളിൽ തന്നെ നമ്മൾ 2 മേജർ പ്ലെയർ ആണ് ഇന്ത്യക്കുള്ളിലുള്ളത്. അതിലൊന്ന് ഇൻഡിഗോ, 2 എയർ ഇന്ത്യ. ഈ എയർ ഇന്ത്യ എന്നുള്ളത് ടാറ്റയുടെ കമ്പനിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും പിന്നീട് അത് നടത്താൻ പറ്റാതെ വീണ്ടും ടാറ്റയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് ഇപ്പം എയർക്രാഫ്റ്റ് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു ചെറിയൊരു കമ്പനിയുണ്ട്, അലയൻസ് എയർ എന്ന് പറഞ്ഞിട്ട്, ഒരു 21 എയർക്രാഫ്റ്റുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കമ്പനിയുണ്ട്, അലയൻസ് എയർ എന്ന് പറഞ്ഞിട്ട്. മറ്റൊരു കമ്പനികളിലും തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് യാതൊരുവിധ പങ്കാളിത്തവും ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യക്കുള്ളിൽ ഇൻഡിഗോ എന്ന് പറഞ്ഞ കമ്പനിയാണ് 65% എയർക്രാഫ്റ്റുകളും കൈവശം വെച്ചിരിക്കുന്നത്. 25% പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ എയർ ഇന്ത്യയുടെ പക്കലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇന്ത്യയുടെ പാസഞ്ചർ എയർക്രാഫ്റ്റ് മേഖലയിൽ ഈ 2 കമ്പനികളുടെയും ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90%, 90%. ബാക്കിയുള്ള 10%-ലാണ് ഈ സ്പൈസ് ജെറ്റ്, അതേപോലെ തന്നെ ഈ അലയൻസ് എയർ, ഇതേപോലത്തെ ചെറിയ ചെറിയ കമ്പനികളൊക്കെ വരുന്നത്. ബാക്കിയുള്ള വെറും 10%. ഇതാണ് നിലവിലെ അവസ്ഥ. സ്റ്റിൽ നമ്മൾ 600 വിമാനങ്ങളുടെ ഷോർട്ടേജിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് മിനിമം 1400 വിമാനങ്ങളെങ്കിലും വേണം നിലവിലെ എയർ ട്രാഫിക് അനുസരിച്ച്. അപ്പൊ തീർച്ചയായിട്ടും റഷ്യയുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കരാർ എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ അനിവാര്യമാണ്. നമ്മൾ ബോയിങ്ങിൽ നിന്നും കുറച്ച് എയർക്രാഫ്റ്റ് വാങ്ങിക്കുന്നു, അതുപോലെ നമ്മൾ എയർബസിൽ നിന്നും കുറച്ച് എയർക്രാഫ്റ്റുകൾ വാങ്ങിക്കുന്നു. അതല്ല ഈ കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് തികച്ചും വ്യത്യസ്തമായ കോൺട്രാക്റ്റാണ്. ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിംഗ് കം അസംബ്ലി ലൈൻ, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ആൻഡ് അസംബ്ലി ലൈൻ. ഇത് വരുന്ന 10 മുതൽ 15 വർഷത്തിനകത്ത് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ചെയ്ത്, എങ്ങനെയാണോ ബ്രഹ്മോസ് എന്ന് പറഞ്ഞ ഒരു മിസൈൽ പലരും ചോദിച്ച് മേടിക്കാൻ ആഗ്രഹിക്കുന്നത്, അതേപോലെ ഇന്ത്യ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് പുറത്തിറക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതിനുള്ള തുടക്കമാണ് ഇന്ന് ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈൻ ചെയ്ത് ഈ എഗ്രിമെന്റ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഈ ടെക്നോളജി സഹിതം റഷ്യ കൈമാറുകയാണ്. ഓക്കെ, ഇനി റഷ്യയുടെ സൈഡിലേക്ക് ഈ ഒരു SJ-100 എന്ന് പറഞ്ഞ ഈ ഒരു മീഡിയം സൈസ് എയർക്രാഫ്റ്റ്, അതായത് നിയോ എയർക്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ എയർബസിന്റെ നിയോ മോഡൽ, ആ ഒരു മീഡിയം സൈസ് എയർക്രാഫ്റ്റ് ആണിത്. അത് വലിയ ലാർജ് മോഡൽ എയർക്രാഫ്റ്റ് അല്ല. അപ്പൊ അതിൽ ഇത് മീഡിയം സൈസ് ആണെങ്കിലും ഏത് സൈസ് ആണെങ്കിലും ഇതിന്റെ ടെക്നോളജി, പ്രത്യേകിച്ച് ഇതിന്റെ ഈ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിയാണ് ഇന്ത്യക്ക് കൈമാറുക. ഇത് ശരിക്കും പല വെസ്റ്റേൺ രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പ് ഉൾപ്പെടെ ഒരുത്തന്നെ നമുക്ക് ഈ ടെക്നോളജി തരാൻ പോകുന്നില്ല. പക്ഷേ റഷ്യ തരും. ഇതുപോലത്തെ ടെക്നോളജി ഇന്ത്യക്ക് തരാൻ മടിച്ചിരുന്നതാണ് ക്രയോജനിക് എഞ്ചിൻ. ആ ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ തന്നത് റഷ്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എഗ്രിമെന്റിന് ഈ പ്രാധാന്യം വരുന്നത്. അമേരിക്ക ശരിക്കും ചങ്കിടിപ്പോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യയുടെ ഒരു ഉയർച്ച, ഇന്ത്യക്കുള്ളിൽ ഈ സാധനം ബിൽഡ് ചെയ്യുന്നെങ്കിൽ ഒരു കോമ്പറ്റീറ്ററും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന് ISROയിൽ എങ്ങനെയാണോ മറ്റുള്ള രാജ്യങ്ങൾ പൈസ കുറച്ച് സാറ്റലൈറ്റ് അയക്കാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രതിച്ഛായ എങ്ങനെയാണ് ISROയ്ക്ക് കൈവന്നത്? നമ്മളൊരു മാർസ് മിഷൻ നടത്തിയപ്പോഴാണ്. ആ മാർസ് മിഷൻ നമ്മൾ അമേരിക്കക്കാരൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോളിവുഡ് സിനിമയുടെ ആ കോസ്റ്റിലാണ് നമ്മൾ മാർസ് മിഷൻ നടത്തിയത്. ഇന്ത്യയുടെ ISROയുടെ മാർസ് മിഷൻ കണ്ട് ലോകം ഞെട്ടിയതാണ്. ഇത്രയും ചെലവ് കുറച്ച് ഒരു മാർസ് മിഷൻ നടത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരുന്നത്. അതേപോലത്തെ ചോദ്യം ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത്രയും കുറഞ്ഞ ചെലവിൽ ഒരു എയർക്രാഫ്റ്റോ, അതും പാസഞ്ചർ എയർക്രാഫ്റ്റോ എന്നുള്ള ചോദ്യം വരും. അത് വരുന്നതിനുള്ള തുടക്കമാണ് ഇന്ന് റഷ്യയും ഇന്ത്യയും തമ്മിൽ ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് യൂറോപ്പിനും അമേരിക്കയ്ക്കും ശരിക്കും നല്ല രീതിയിലുള്ള കലിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, ഒന്ന് പൊട്ടിക്കരയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അമേരിക്ക. ഇത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ് കേട്ടോ. പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ട്രംപ് പല സ്ഥലത്തും പറയുന്നുണ്ട് മോദി ഗുഡ് മാൻ ആണ്, ഫ്രണ്ട് ആണ്, ഈസ് എ കില്ലർ, ഷോക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാണ്. എന്ത് പറയണം എന്ന് അറിയാത്ത രീതിയിലാണ് ഇന്ത്യയെക്കുറിച്ച്, ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച്, ഇറ്റ് മീൻസ് ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. സോ ഗുഡ് ഫ്രണ്ട്, ഈസ് എ കില്ലർ, ഭയങ്കര നെഗോഷിയേറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഒരു കാര്യമില്ല. ഇന്ത്യയുടെ വരവ് അറിയിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലുള്ള ഒരു മൈൽ സ്റ്റോൺ എഗ്രിമെന്റ് തന്നെയാണിത്. അതിപ്പോൾ മനസ്സിലാവത്തില്ല, ഒരു എയർക്രാഫ്റ്റ് വെളിയിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ 2 കമ്പനികളാണ് ഇപ്പോൾ ഇതിനകത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇന്ത്യക്കുള്ളിൽ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിഗോയും എയർ ഇന്ത്യയും. ഇന്ത്യക്കുള്ളിൽ നമ്മളൊരു കമ്പനി രൂപീകരിച്ച ആ കമ്പനിക്ക് ഇട്ടിരിക്കുന്ന പേരാണ്. പക്ഷേ ഇതിന്റെ കരിയർ മോഡൽ നിങ്ങൾ നോക്കൂ. ഇതിന്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിഗോയിൽ മെജോറിറ്റി 65% എയർബസിന്റെ എയർക്രാഫ്റ്റ് ആണ്. നേരെ മറിച്ച് എയർ ഇന്ത്യയിലാണെങ്കിൽ ബോയിങ്ങിന്റെ എയർക്രാഫ്റ്റുകളാണ്. അപ്പോൾ ബോയിങ് അമേരിക്കയ്ക്കും എയർബസ് യൂറോപ്പിനുള്ള ആ വരുമാനമാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. വരുന്ന നെക്സ്റ്റ് ഇയറുകളിൽ ഇത് നിർത്താൻ പോവാണ് ഇന്ത്യ. അവർക്കിപ്പോൾ വയറ്റിൽ ചെറിയ ബഹളങ്ങൾ, ഒച്ചകളൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ആ രീതിയിലുള്ള മാസീവായിട്ടുള്ള
വരുമാന തകർച്ചയാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ മേഖലയിൽ. അതിനുള്ള പണിയാണ് റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റഷ്യക്ക് നീ എണ്ണ കമ്പനികളുടെ മേലിൽ സാങ്ഷൻ ഉണ്ടാക്കിയിട്ട് ലൂക്കോയിൽ പോലത്തെ ഈ എണ്ണ കമ്പനികളെ ഇപ്പോഴും, അത് 10 വർഷം കഴിഞ്ഞ് ഇല്ലാതാവാൻ പോകുന്ന ഈ ഫോസിൽ ഫ്യൂവലിന്റെ പുറകിൽ കിടന്നുകൊണ്ട് കളിക്കുന്ന ട്രംപ് കുറച്ചെങ്കിലും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിന് കാര്യം മനസ്സിലാവും. ട്രംപിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഉക്രൈനെ അപ്പാടെ തള്ളിക്കളഞ്ഞിട്ട് റഷ്യയോടൊപ്പം നിന്നിരുന്നെങ്കിൽ വ്യക്തമായിട്ട് വെടിപ്പായിട്ട് മുന്നോട്ട് പോയേനെ. റഷ്യ, ഇന്ത്യ, അമേരിക്ക ആ രീതിയിൽ മുന്നോട്ട് പോയേനെ. പക്ഷേ ട്രംപ് അവിടെ കളി മറന്നു. പഴയതുപോലെ ഞാൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് റഷ്യ അങ്ങോട്ട് നിർത്തുക, റഷ്യ ഇങ്ങോട്ട് നിർത്തുക, ചെറിയൊരു വട്ടം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ട്രംപ് കിടന്ന് കറങ്ങുകയാണ് ചെയ്തത്. അതാണ് ട്രംപ് ചെയ്ത മണ്ടത്തരം. ഇന്ത്യയുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ഈ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട് പുടിൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇന്ത്യ ഇനി എണ്ണ വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞാലും റഷ്യ ഇന്ത്യയുമായിട്ട് ഒരു രീതിയിലുള്ള പിണക്കത്തിന് തയ്യാറല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. റഷ്യക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള മാർക്കറ്റാണ് ഇന്ത്യ. റഷ്യ ഇപ്പൊ എയർക്രാഫ്റ്റ് എഞ്ചിൻ അവർ സ്വന്തമായിട്ട് ഡൊമസ്റ്റിക് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അവർ ഈ ഒരു എഞ്ചിനിൽ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു SJ-100 എന്ന് പറഞ്ഞ ഈ ഒരു മീഡിയം സൈസ് എയർക്രാഫ്റ്റിന്റെ, പാസഞ്ചർ എയർക്രാഫ്റ്റിന്റെ ആ ഒരു എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് ആ നിർമ്മാണത്തിൽ എങ്ങനെയാണ് ഇവർ സ്വയം പര്യാപ്തത നേടിയത് എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഈ SJ-100 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കംപ്ലീറ്റ് പാർട്സുകളും ഇതിന്റെ കംപ്ലീറ്റ് സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നത് വെസ്റ്റേൺ കൺട്രീസിന്റെ അടുത്ത് നിന്നാണ്. ഈ UAC സുഖോയ് എന്ന് പറഞ്ഞ കമ്പനിയെ 2014 തന്നെ, അതായത് റഷ്യ ക്രൈമിയയെ ഏറ്റെടുക്കുന്ന ടൈമിൽ തന്നെ ഇതിനെ സാങ്ഷൻ ചെയ്തതാണ്. പിന്നീട് സാങ്ഷൻസ് ഒക്കെ കുറച്ചൊക്കെ റിലാക്സ് ചെയ്ത് കൊണ്ടുവന്നു. 2022 വീണ്ടും ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ കമ്പനികൾക്കെല്ലാം അടക്കിപ്പിടിച്ച് അമേരിക്കയും യൂറോപ്പും സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്യുവൽ യൂസേജ് പ്രോഡക്റ്റ് ഇവർക്ക് നിരോധിച്ചിട്ടുണ്ട്. അതായത് പാസഞ്ചർ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ സ്പെയർ പാർട്സുകൾ ഇവർ ഓർഡർ ചെയ്യും. അപ്പോൾ യൂറോപ്പ് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഈ സുഖോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനിയാണ്, സുഖോയുടെ കീഴിലുള്ള കമ്പനികളാണ്. അപ്പോൾ ഈ സുഖോയ് എന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റും കൂടിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് തന്നെയാണ് ഈ പ്രോഡക്റ്റുകൾ പോകുന്നത്. ഏതാണ് ഈ ഡ്യുവൽ യൂസേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള പ്രോഡക്റ്റുകൾ ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ റഷ്യ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ച് ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാനും ഫൈറ്റർ ജെറ്റുകളുടെ കുറവുകൾ നികത്താനും അതുകൊണ്ട് യുദ്ധം കൂടുതൽ ശക്തമായിട്ട് നടത്താനുമുള്ള സാഹചര്യം രൂപപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഡ്യുവൽ യൂസേജ് ഗുഡ്സ് നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് 100% ഒരു LPO, ലീഗൽ പർച്ചേസ് ഓർഡർ, ഈ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ വേണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുത്ത് 100% പേയ്മെന്റ് ഒക്കെ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഉക്രൈൻ യുദ്ധത്തിനെ കാരണമായി കാണിച്ചുകൊണ്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ 30% സാധനങ്ങൾ മാത്രമേ അയച്ചു കൊടുക്കൂ എന്നുള്ള നിലപാടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ട റഷ്യ ശരിക്കും ഈ എയർക്രാഫ്റ്റ്, ഈ SJ-100 എന്ന് പറഞ്ഞ ഈ എയർക്രാഫ്റ്റിന്റെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റഷ്യയുടെയും ഫ്രാൻസിന്റെയും ജോയിന്റ് മാനുഫാക്ചറിംഗ് ആണ്. SJ-100 എയർക്രാഫ്റ്റിന്റെ എഞ്ചിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ എഞ്ചിനിൽ സാഫ്രോൺ എന്ന് പറഞ്ഞ കമ്പനി ഫ്രാൻസിന്റെ കമ്പനിയും NPOSAT എന്ന് പറഞ്ഞ റഷ്യൻ കമ്പനിയും, ഈ രണ്ട് കമ്പനികളുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് SAM-146 എന്ന് പറഞ്ഞ എഞ്ചിൻ. ഈ SAM-146 എഞ്ചിനാണ് ഈ SJ-100 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫ്രാൻസ് സാഫ്രോണും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്, വെസ്റ്റേൺ രാജ്യങ്ങൾ സ്പെയർ പാർട്സുകളും കൊടുക്കാത്തതുകൊണ്ട് റഷ്യ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഈ പുതിയൊരു എഞ്ചിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റഷ്യൻ കമ്പനി ഈ സുഖോയുടെ കീഴിലുള്ള UAC എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ച് രൂപീകരിക്കുകയാണ് ചെയ്തത്. UAC എക്ലോവ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനിയുമായിട്ടാണ് പുതിയ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ കമ്പനിയും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെ ചേർന്നിട്ട് ഈ കമ്പനിയും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും ഡൗട്ട് വരും, അപ്പോൾ ഇന്ത്യ ഇവരുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സാങ്ഷൻ വരില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സാങ്ഷൻ വരില്ല. ഇന്ത്യ ജിയോ പൊളിറ്റിക്കലി വളരെ ക്ലിയർ ആയിട്ടാണ് ഈ കളികളൊക്കെ നടത്തിയിരിക്കുന്നത്. HIL-യുമായിട്ട് യൂറോപ്പിനും HIL-യുമായിട്ട് അമേരിക്കയ്ക്കും പലതരത്തിലുള്ള എഗ്രിമെന്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര എളുപ്പത്തിൽ ഇതിനെ നിരോധിക്കാൻ കഴിയില്ല. ഇനി സാങ്ഷൻസ് കൊണ്ടുവന്നാലും നമുക്കതൊരു വിഷയമല്ല എന്നുള്ളതാണ് ഇന്ത്യ പറയുന്ന മെസ്സേജ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ SAM-146 എന്ന് പറഞ്ഞ ആ ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, കാരണം വെസ്റ്റേൺ സപ്പോർട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് റഷ്യ ഈ യുദ്ധത്തിന്റെ ഇടയിലും അവർ പുതുതായിട്ടൊരു എഞ്ചിൻ നിർമ്മിച്ച് ആ എഞ്ചിൻ SAM-146-നേക്കാളും, അതായത് ഫ്രാൻസിനോടൊപ്പം ചേർന്ന് നിർമ്മിച്ചിരുന്ന ആ എഞ്ചിനേക്കാളും 3 മടങ്ങ് എഫക്റ്റീവ് ആയിട്ടുള്ള 3 times ബെറ്റർ ദൻ SAM-146 PD-8 എന്ന് പറഞ്ഞ എഞ്ചിനാണ് അവർ നിർമ്മിച്ചത്. PD-8 ഈ PD-8 എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 വർഷത്തിനുള്ളിൽ റഷ്യ നിർമ്മിച്ചെടുത്തതാണ്. 5 എയർക്രാഫ്റ്റുകൾ ഈ PD-8 എഞ്ചിന് കൊണ്ട് റഷ്യ സ്വയമേ മാനുഫാക്ചറിങ് ചെയ്ത് ട്രയൽ റണ്ണിനും ഡിസ്പ്ലേക്കും എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. ഈ കമ്പനിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും ഒരു ടീം റഷ്യ വിസിറ്റ് ചെയ്ത് റഷ്യയിൽ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് വിലയിരുത്തിയിട്ടാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസ് ഇന്ത്യക്ക് റഷ്യ തന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കാൻ എഗ്രി ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് പ്ലസ് അസംബ്ലി ലൈൻ ഇത് രണ്ടും ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കുകയാണ്. കാരണം ഇന്ത്യയാണ് മാർക്കറ്റ്. പോപ്പുലേഷൻ കുറവാണ് എന്ന് പറയുന്ന റഷ്യക്കുള്ളിൽ അത്രമാത്രം എയർക്രാഫ്റ്റുകൾ അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടിട്ട് ഒന്നും ചെയ്യാനില്ല. റഷ്യ അടുത്ത മാർക്കറ്റായിട്ട് കണക്കാക്കുന്നത്, അതായത് ഈ ഒരു PD8 എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ചത് തന്നെ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനാണ് എന്നുള്ള രീതിയിലാണ് റഷ്യയുടെ പെരുമാറ്റം. റഷ്യ ഇന്ത്യയുടെ മാർക്കറ്റ്, ഇന്ത്യയുടെ ട്രാഫിക് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ചൈനയ്ക്കുള്ളിലാണെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും ഓൾറെഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ടീമുകളാണ്. റഷ്യയുടെ ഇൻവോൾവ്മെന്റ് ചൈനയ്ക്കുള്ളിൽ അത്ര പ്രാധാന്യം അർഹിക്കുന്നില്ല. പക്ഷേ റഷ്യയുടെ ഇൻവോൾവ്മെന്റ് ഇന്ത്യക്കുള്ളിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യയ്ക്കും ഈ ഡീല് വളരെ പ്രാധാന്യമാണ്. കാരണം റഷ്യ എക്കണോമിക്കലി വളരെയധികം സപ്പോർട്ട് വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈൽ സ്റ്റോൺ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മേഡ് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ നമ്മൾ എയർക്രാഫ്റ്റ് ഇറക്കുന്നു, അത് ലോവസ്റ്റ് പ്രൈസിൽ ഇറക്കുന്നു, അത് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അതിന്റെ കസ്റ്റമേഴ്സ് ആവുന്നു. PD8 എന്ന് പറഞ്ഞ ഈ എഞ്ചിന്റെ ത്രസ്റ്റ് 3 times ബെറ്റർ ദൻ SAM-146 ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ അത്രയും പവർഫുൾ ആണ്. അപ്പോൾ ഇത് സുക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി ആയതുകൊണ്ട് 200-ലധികം സുക്കോയ് ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിനും ഇതിനൊപ്പം നമുക്ക് കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ ഒരു ടൈമിൽ ഇന്ത്യ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് പാസഞ്ചർ എയർക്രാഫ്റ്റ് എന്നുള്ള നിലയിലാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ UAC എന്ന് പറഞ്ഞ കമ്പനി സുക്കോയുടെ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് സുക്കോയ് എഞ്ചിൻ നമുക്ക് 200-ലധികം ഫൈറ്റർ ജെറ്റുകൾ തരാനുള്ള ഡീലിംഗ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലും കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ HAL അതേപോലെ UAC എന്ന് പറഞ്ഞ ഈ രണ്ട് കമ്പനികളുടെയും ഈ ഒരു ജോയിന്റ് വെഞ്ചറിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യയിൽ വരുന്നതോടുകൂടി എത്ര പേർക്കുള്ള തൊഴിലവസരങ്ങൾ, ഇന്ത്യയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എക്സ്പാൻഷൻ ഇൻ പാസഞ്ചർ എയർക്രാഫ്റ്റ് മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള ചുവടുവെപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇത് വളരുന്ന ഇന്ത്യയുടെ മുഖത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പലരും ഇന്ത്യയുടെ GDP എങ്ങനെ ഉയരും, ഇന്ത്യ ചൈനയ്ക്കൊപ്പം എത്തുമോ, ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം എത്തുമോ എന്നുള്ള പല ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവാം. ഇന്ത്യയുടെ ഓരോ ചുവടുവെപ്പുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള മേഖലകളിലാണ് ഇന്ത്യ ചുവടുവെപ്പ് നടത്തുന്നത്. ഓപ്പർച്യൂണിറ്റീസ് വല്ലപ്പോഴേ വരുള്ളൂ. ആ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ഗ്രാബ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത് എത്ര പേർക്ക് ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഈ ഒരു വാർത്ത ഫുള്ളായിട്ട് വായിച്ചത്. ഈ എഗ്രിമെന്റ് ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഒരു മാസീവ് ആയിട്ടുള്ള റവന്യൂ ജനറേറ്റിംഗ് ഏരിയ ആയിട്ട് മാറാൻ പോവുകയാണ് പാസഞ്ചർ എയർക്രാഫ്റ്റ് മേഖല. ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ വാർത്ത വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള നിലയിൽ ഡിസ്കസ് ചെയ്യപ്പെടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് ഇന്ത്യ ഓൾറെഡി വ്യക്തമാക്കിയതാണ്. ഇന്ത്യ ഒഫീഷ്യലി ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും റഷ്യക്കെതിരെ പുറപ്പെടുവിച്ചിട്ടില്ല. അതായത് ഇല്ലീഗൽ അല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെയുള്ള എണ്ണ ഇന്ത്യ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റു മാർഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് നിലവിൽ ഇന്ത്യൻ ഗവൺമെന്റിന് തന്നെ ഈ എണ്ണയുടെ വിഷയം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള ട്രേഡ് ഇന്ത്യ ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. എണ്ണയ്ക്ക് അതീതമായിട്ടുള്ള, അതായത് നിങ്ങൾ നിരോധനം നടത്തിയിരിക്കുന്ന ക്രൂഡ് ഓയിലിന് അതീതമായിട്ടുള്ള ബന്ധമാണ് റഷ്യയ്ക്കും ഇന്ത്യക്കും തമ്മിലുള്ളത് എന്നുള്ളത് ഒന്നുകൂടെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ശരിക്കും അമേരിക്കയുടെ കരണത്തെ കേൾക്കുന്ന ഒരു അടി തന്നെയാണ് ഇന്ത്യ റഷ്യ ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഡീൽ. ഇതിലുപരിയായിട്ട് വേറെ പല ഡീലുകളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇതിൽ വളരെ പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഒറ്റ ടൈം കൊണ്ട് തന്നെ ഒരു മിനിമം 8 മുതൽ 10 ബില്യൺ US$ വർത്ത് വരുന്ന റവന്യൂ റഷ്യയ്ക്ക് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഡീലാണ് ഈ HAL UAC പാസഞ്ചർ എയർക്രാഫ്റ്റ് ഡീൽ. ഇപ്പം നിലവിൽ ഗ്ലോബലി 78% ഈ മീഡിയം സൈസ് എയർക്രാഫ്റ്റുകളാണ് യൂസേജിലുള്ളത്. മീഡിയം സൈസ് എയർക്രാഫ്റ്റുകൾ 78% ഡോമിനേറ്റഡ് ഗ്ലോബലി. ലാർജ് എയർക്രാഫ്റ്റുകൾ അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഈ മീഡിയം സൈസ് എയർക്രാഫ്റ്റിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. പക്ഷേ ഈ ഒരു ഇഞ്ചിന്റെ ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ കിട്ടുന്നതോടുകൂടി ഇന്ത്യ എങ്ങനെയാണോ ISRO വളരെ വൈബ്രന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഇന്ത്യക്ക് മുന്നിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റികൾ തുറന്നു കിട്ടും. ആ എഞ്ചിന്റെ ഒരു ടെക്നോളജി വെച്ചുകൊണ്ട് ഇന്ത്യ അതിനെ പല രീതിയിൽ വികസിപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇത് വളരെ വലിയ വിശാലമായ സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഒരു തടസ്സങ്ങളും കൂടാതെ ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യക്കുള്ളിൽ നടപ്പിലായി ആദ്യത്തെ എയർക്രാഫ്റ്റ് ആ ഒരു പ്രോട്ടോടൈപ്പ് അതാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.